അടുത്ത വാർത്തയിലേക്ക് പോയാൽ തിരുവനന്തപുരം കഴക്കൂട്ടത്തെ സ്പായിൽ ജോലി വാഗ്ദാനം നൽകി യുവതിയെ പീഡിപ്പിച്ച കേസിൽ ഒരു പ്രതി കൂടി പിടിയിലായിട്ടുണ്ട്. മാന്നാർ സ്വദേശിനി അശ്വതിയാണ് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. കേസിലെ പ്രധാനപ്പെട്ട പ്രതിയായ CPIM ബ്രാഞ്ച് സെക്രട്ടറി റിപ്സൺ നിലവിൽ റിമാൻഡിലാണുള്ളത്. ഒളിവിലുള്ള സ്പാ നടത്തിപ്പുകാരിക്കായി പോലീസ് തെരച്ചിൽ തുടരുകയാണ്. ഗോകുൽനാഥ വിവരങ്ങൾ നൽകും. ഗോകുൽ, ഈ ഒരു 24 വയസ്സുള്ള പെൺകുട്ടിയെ ഇവർ എങ്ങനെയാണ് കുടുക്കിയത്? അതോടൊപ്പം തന്നെ ഈ സ്പാ നടത്തിപ്പുകാരിക്ക് ഇതിലുള്ള പങ്കെന്താണ്? ഈ ഒരു സ്പാ സ്ഥിരം ഇത്തരത്തിലുള്ള അതിക്രമങ്ങൾ നടക്കുന്ന, ഇത്തരത്തിലുള്ള ബലാത്സംഗങ്ങൾ നടക്കുന്ന ഒരു കേന്ദ്രമാണോ? ഇവർ ഇതിൽ കൂടുതൽ പെൺകുട്ടികളെ ഇത്തരത്തിൽ കുടുക്കിയിട്ടുണ്ടോ? അത്തരത്തിലുള്ള അന്വേഷണമൊക്കെ പോലീസ് ഇപ്പോൾ നടത്തുന്നുണ്ടോ? ഗോകുൽ. ഷിഹാസ്, തിരുവനന്തപുരം കഴക്കൂട്ടത്ത് ഈ മാസം 1-ാം തീയതിയാണ് ഈ കേസിനാസ്പദമായ സംഭവം നടക്കുന്നത്. പാലക്കാട് സ്വദേശിയായിട്ടുള്ള 23-കാരിയെ ആലപ്പുഴ മാന്നാർ സ്വദേശിനിയായിട്ടുള്ള അശ്വതി വിളിച്ചു വരുത്തുകയായിരുന്നു. കഴക്കൂട്ടത്തെ സ്പായിൽ തൊഴിൽ ചെയ്തു വരികയാണ് അശ്വതി തന്നെ ഈ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് ഈ കഴക്കൂട്ടത്തെ സ്പായിൽ ഫ്രണ്ട് ഓഫീസ് ജീവനക്കാരുടെ ഒരു വേക്കൻസി ഉണ്ടെന്നും അവിടേക്ക് വന്നാൽ ജോലി ഉറപ്പാണെന്നും പറഞ്ഞ് വിളിച്ചു വരുത്തുകയായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പാലക്കാട് നിന്ന് പെൺകുട്ടി ഈ മാസം 1-ാം തീയതി കഴക്കൂട്ടത്തേക്ക് എത്തുകയും തുടർന്ന് ഈ CPM ബ്രാഞ്ച് സെക്രട്ടറിയെ വിവരം ഈ അശ്വതി തന്നെ വിളിച്ചറിയിക്കുകയും തുടർന്ന് റിപ്സൺ എത്തി പെൺകുട്ടിയെ അതിക്രൂര പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. തുടർന്ന് പെൺകുട്ടിയുടെ പരാതിയിലാണ് പോലീസ് അന്വേഷണം നടത്തുകയും CCTV അടക്കം കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പരിശോധനയിൽ ഈ പ്രതിയിലേക്ക് എത്തുകയുമായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും കഴക്കൂട്ടം മേനംകുളം സ്വദേശിയായ റിപ്സൺ CPMന്റെ കൽപ്പന ബ്രാഞ്ച് സെക്രട്ടറിയാണ്. ആ പ്രതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയും ഒക്കെ ചെയ്തു. തുടർന്ന് ഈ അശ്വതിക്കായിട്ടുള്ള അന്വേഷണം കഴക്കൂട്ടം പോലീസ് വ്യാപിപ്പിച്ചിരുന്നു. അതിനിടെയാണ് ഇന്നിപ്പോൾ അശ്വതിയെ ആലപ്പുഴ മാന്നാറിലെ വീട്ടിൽ നിന്ന് കഴക്കൂട്ടം പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇപ്പോൾ നിലവിൽ ഈ സ്പാ നടത്തിപ്പുകാരി ഒളിവിലാണെന്നുള്ളതാണ് പോലീസ് അറിയിക്കുന്നത്. സ്പാ നടത്തിപ്പുകാരിയെ കൂടെ അറസ്റ്റ് ചെയ്ത് അന്വേഷണം മുൻപോട്ട് പോകും എന്നുള്ള കാര്യം കൂടി കഴക്കൂട്ടം പോലീസ് അറിയിക്കുന്നുണ്ട്. ഇതിന് പിന്നിൽ വലിയ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഈ നിലവിൽ പോലീസ് പറയുന്നത്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് CCTV കേന്ദ്രീകരിച്ചു നടത്തിയിട്ടുള്ള ചില അന്വേഷണങ്ങളിലാണ് ഇപ്പോൾ ഈ റിപ്സണും അതേപോലെ തന്നെ പ്രതി അശ്വതിയും പലപ്പോഴായി ഈ സ്പായിൽ വെച്ച് കണ്ട് സംസാരിക്കുകയും തുടർന്ന് ഇത്തരത്തിൽ പുറത്തുനിന്ന് പെൺകുട്ടിയെ എത്തിക്കും, അപ്പോൾ എത്തിയാൽ മതി എന്നുള്ള തരത്തിൽ ചില സംസാരങ്ങൾ നടന്നതായിട്ടും പോലീസ് അറിയിക്കുന്നുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയാണ് ഈ അന്വേഷണം മുൻപോട്ട് പോയത്. അതിലാണ് ഇപ്പോൾ റിപ്സൺ അറസ്റ്റിലാകുകയും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ റിപ്സണെ പോലീസ് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ അശ്വതിയെ മാന്നാറിൽ നിന്നാണ് പിടികൂടിയത്. അശ്വതിയെയും അടുത്ത ദിവസം തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യും എന്നുള്ള കാര്യം അറിയിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ഈ സ്ഥാപനം കേന്ദ്രീകരിച്ചുകൊണ്ട് ഇത്തരത്തിൽ റാക്കറ്റ് പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തിലൊക്കെ പോലീസിന് ചില സംശയങ്ങളുണ്ട്. മുൻപ് തിരുവനന്തപുരത്ത് പലയിടങ്ങളിലും ഇത്തരത്തിൽ ചില റാക്കറ്റുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും ബംഗ്ലാദേശ് സ്വദേശികളടക്കം പിടിയിലാകുകയും ചെയ്ത ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടുതൽ പരിശോധനയിലേക്ക് പോലീസ് കടന്നിരിക്കുകയാണ്. ശരി, ഗോകുലാണ് വിവരങ്ങൾ നൽകിയത്.